വ്യാജ ഡോക്ടറുടെ ചികിത്സ മൂലം രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കുടുംബം. കോഴിക്കോട് കോട്ടക്കടവ് TMH ആശുപത്രിയിൽ കൊയിലാണ്ടി സ്വദേശി വിനോദ് കുമാർ 23-ാം തീയതിയാണ് മരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്നാണ് വിനോദ് ചികിത്സ തേടിയത്. ചെറിയ ശമ്പളത്തിന് യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്നത് വ്യാപകമാണെന്നും അതിൽ അന്വേഷണം വേണമെന്നും വിനോദ് കുമാറിന്റെ മകനും ഡോക്ടറുമായ അശ്വിൻ പറഞ്ഞു. അതേസമയം MBBS പാസ്സാകാത്ത ആളെ നിയമിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി ആശുപത്രി അധികൃതരും പറഞ്ഞു. നെഞ്ചുവേദനയെ തുടർന്ന് കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് TMH ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ഒരു വ്യാജ ഡോക്ടറുടെ ചികിത്സയിൽ മരണപ്പെടുകയും ചെയ്ത വിനോദിൻ്റെ മകൻ അശ്വിൻ ഇപ്പോൾ നമ്മോട് ചേരുകയാണ്. ഈ അവിടെ ആശുപത്രി പ്രവേശിപ്പിച്ച അന്ന് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? അന്ന് രാവിലെ വെളുപ്പിന് അച്ഛന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയി. ആ സമയത്ത് ഞാനിവിടെ ഇല്ല, ഞാൻ PGI ചണ്ഡീഗഡിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഡോക്ടറാണ്. അപ്പം അമ്മ വിളിച്ച് പറഞ്ഞു, മോനെ അച്ഛന് തീരെ വയ്യ, കൊണ്ടുപോവാണ് TMHലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു അകത്തേക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ മരുന്നൊന്നും കൊടുത്തിട്ടില്ല, കുറേ ടെസ്റ്റും ECG ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കോളൊന്നും വരാത്തപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. ഇവിടെ അമ്മേനെ വിളിച്ചപ്പോൾ അനിയനാണ് എടുത്ത്. അവൻ പറഞ്ഞു ആരും ഒന്നും പറയണമൊന്നുമില്ല. അപ്പോൾ ഇവനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ഡോക്ടർ അബു എന്ന് പറഞ്ഞ ആൾക്ക്, അപ്പോൾ കാഷ്വാലിറ്റിയിൽ ആർമമായിട്ട് വർക്ക് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു ഫോണ്, ചേട്ടൻ ഡോക്ടറാണെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലേറ്റായി പോയി, കൊണ്ടുവരുമ്പോൾ ഇത്തിരി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. കുറേ ട്രൈ ചെയ്ത് നോക്കി, CPR ഒക്കെ കൊടുത്തു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അച്ഛൻ മരിച്ചു എന്നുള്ള വിവരമാണ് ആ സമയത്ത് അറിയിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ എത്തി. അന്ന് രാത്രിയോടുകൂടി ചണ്ഡീഗഡിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് കോഴിക്കോട് എത്തി. പിറ്റേ ദിവസം കർമ്മങ്ങളൊക്കെ ആയിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെഡിക്കൽ എമർജൻസി വന്നു. ഒരാളുടെ ഷുഗർ കുറഞ്ഞിട്ട് അതേ ആശുപത്രി കൊണ്ടുപോയി. വളരെ അടുത്തായിരുന്നു, അവിടേക്ക് തന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഭാര്യ ശ്രദ്ധിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേര്. അവിടെ പുറത്ത് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കണ്ടപ്പോൾ അബു എബ്രഹാം ലൂക്ക്. അപ്പോൾ തന്നെ അവൾ വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് ചോദിച്ചു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിൻ്റെ പേരെന്തായിരുന്നു. അപ്പോൾ അമ്മയും പറഞ്ഞു ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന്. KMCGയിലേക്ക് വിളിച്ച് കൺഫേം ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, ജൂനിയേഴ്സ് എല്ലാവരും വിളിച്ച് കൺഫേം ചെയ്തു. അവിടുത്തെ ഓഫീസിൽ വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ ഇതാണ് പറയണത്, ഈ അബു എബ്രഹാം ലൂക്ക് 2nd ഇയർ പാസ്സായിട്ടില്ല. 2011 അവിടെ ജോയിൻ ചെയ്തതാണ്. ഇതുവരെ 2nd ഇയർ പാസ്സാവാത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ അന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തത്. യോഗ്യതയുള്ള ആളാണോ അല്ലയോ എന്ന് സാധാരണഗതിയിൽ ഒരു ആശുപത്രിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും അത് പരിശോധിക്കുക? ഇവിടെ അത് നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതെ, ഇത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നത്. ഏതൊരാളെയും നമ്മൾ നിയമിക്കുമ്പോൾ, എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു ജോലി ആൾക്കാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ഉണ്ടാവും. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും അതിൻ്റെ ഒരു കോപ്പി അവർ വാങ്ങേണ്ടതായിരുന്നു. ആ കോപ്പി അത് നമുക്ക് അതായ ആ ഒരു ഇതുമായിട്ട് ആ ഒരു രജിസ്ട്രേഷൻ്റെ നോക്കുന്ന ഒരു ടീമുണ്ടല്ലോ, ഇപ്പോൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, ആ കൗൺസിലുമായിട്ട് നമുക്ക് തപാലുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും, ഫോണുമായിട്ട് ബന്ധപ്പെടാം. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊക്കെ PGIയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലീസ് വെരിഫിക്കേഷൻ വരെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്ന് പരിശോധിച്ചു, ഇദ്ദേഹം ഡോക്ടറാണോ, ഡോക്ടറുടെ വീട് ഇതാണോ, അതെല്ലാം കൺഫേം ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി പോലെ അത്ര പോലും അവർ ചെയ്തിട്ടില്ല. അതായത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇയാളൊരു വ്യാജനാണ് എന്ന് തോന്നാനുള്ള ഒരു സാധ്യതയില്ല, ഒരു സാഹചര്യം അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അല്ല, ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. ഇപ്പോൾ ഭാര്യ പഠിച്ച അതേ കോളേജിൽ ഇദ്ദേഹം കുറേ കാലമായിട്ട് പാസ്സാവാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഫേമസ് ആയ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ആ ഒരു പേര് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ക്ലിക്കായതാണ്. ഇതിന് ശേഷം ഈ പേര് പരിശോധിക്കുന്നു, അവിടെ വിളിച്ചു ചോദിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഈ വെരിഫിക്കേഷൻ എന്തെങ്കിലും നടത്തിയോ, മറ്റ് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്നു? അത് ഹോസ്പിറ്റലുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. എന്ത് വെരിഫിക്കേഷൻ അവർ നടത്തിയത്, എന്ത് സർട്ടിഫിക്കറ്റ്? അതല്ല, നമ്മളിപ്പോൾ പേര് കേൾക്കുന്നു, അത് ഇയാൾ അബു എബ്രഹാം ലൂക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് എന്തെങ്കിലും പരിശോധന ഇതിനെ സംബന്ധിച്ച് ഇയാളുടെ രജിസ്ട്രേഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും നോക്കിയിരുന്നു? നമ്മുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ലിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പേരടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോക്ടർ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും അറിയാൻ കഴിയും. ആശുപത്രിക്കാർ അത്ര പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത്, അതായത് ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് സംശയിക്കുന്നത്. ആയിരിക്കാം, കാരണം MBBS കഴിഞ്ഞ പ്രോപ്പർ യോഗ്യതയുള്ള ഡോക്ടർമാരെ കൂടുതൽ പൈസയ്ക്ക് വയ്ക്കുന്നതിന് പകരം കുറഞ്ഞ പൈസയ്ക്ക് ഇതുപോലെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിയമിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ ഉടനീളമുണ്ട്. മെയിനായിട്ട് കോഴിക്കോടും മലപ്പുറമൊക്കെ ഇതിൻ്റെ മെയിൻ സെൻറ്റേഴ്സാണ്. GP അടിക്കാനാണ് ഇവർ പറയുക. അപ്പോൾ ആ ഒരു പ്രശ്നം അത്രയ്ക്കും
പ്രബലനാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും, ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റോറീസ് കിട്ടും. ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയല്ലേ മുന്നോട്ടേക്ക് പോകുന്നത്? ഇപ്പം എന്തായാലും പരാതി പോയിട്ടുണ്ട്, അതിൽ ഈ അബു അബ്രഹാം ലൂക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നടപടി ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ, ഇത്തരത്തിലൊരു സംഭവം ഇനി നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് തന്നെ. എൻ്റെ അച്ഛൻ എന്തായാലും തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ ഇത് ഒരാൾക്ക് പിന്നെ ഇത് സംഭവിക്കരുത്, ഇതുപോലത്തെ സെയിം സാധനം ഒരാൾക്കും സംഭവിക്കരുത്. ഇപ്പോൾ ഞാനായി കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് എൻ്റെ ഒരു കൊല്ലം അവിടെ PGI ചണ്ഡീഗഡിൽ പഠിത്തം ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ എന്ത് ധൈര്യത്തിൽ ഞാൻ നമ്മുടെ അമ്മേനെയും വീട്ടുകാരെയൊക്കെ ഇട്ടേച്ച് പോവാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലല്ലേ നമ്മൾ പോകണം. അവിടെ നമ്മൾ രോഗികളെ അത്രയും നല്ല രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ പകുതി പോലും ഇല്ലയെന്നറിയുമ്പോൾ ഉള്ള ഒരു സങ്കടം അതുണ്ടാവാൻ പാടില്ല, ആർക്കും ഉണ്ടാവാൻ പാടില്ല. ആശുപത്രിയിൽ നമ്മളെല്ലാവരും പോകുന്നത് അത്യാവശ്യ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. അവിടെയുള്ള ആളുകളെ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ എന്തായാലും മാനേജ്മെൻറ്റുകൾ തയ്യാറാവണം. ആശുപത്രികൾ പോലെയുള്ള സ്ഥലങ്ങളിൽ തികഞ്ഞ പൂർണ്ണ യോഗ്യതയുള്ള ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ നമ്മുടെ സംവിധാനങ്ങളും തയ്യാറാവണമെന്നാണ് അശ്വിൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.